നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. സത്യം ഭൂമിയിൽ നിന്ന് മുളച്ചു വരും, നീതി ആകാശത്തിൽ നിന്നും നോക്കും. സങ്കീർത്തനങ്ങൾ 85:11. ഈ സങ്കീർത്തനത്തിൽ പറയുന്നത് ഒരു മനുഷ്യന്റെ ജീവിതമാണ്, ആ മനുഷ്യന്റെ ഭാവിയെ കുറിച്ചു കൂടിയാണ്. കാര്യം മറ്റൊന്നുമല്ല, എത്ര മൂടി വെക്കാൻ ശ്രമിച്ചാലും സത്യം ഒരു നാൾ അവരവരുടെ വായിൽ നിന്ന് തന്നെ പുറത്തു വരുമെന്ന് വ്യക്തമാക്കുകയാണ്. പറഞ്ഞു വരുന്നത് സമൂഹ മാധ്യമവും ചില രാഷ്ട്രീയ നേതാക്കളും ഘോരഘോരം ആഘോഷിച്ച ഒരു കപ്പിനെ കുറിച്ചാണ്. ആ കപ്പുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെ എന്താണ് സത്യാവസ്ഥ എന്ന് തുറന്നു പറയുമ്പോൾ ഈ ഒരു സങ്കീർത്തനത്തിലെ ഈ ഒരു വാചകത്തോടുകൂടി മിസ്റ്റർ വിജയ എന്ന് പറഞ്ഞുകൊണ്ടിട്ടിരിക്കുന്നത് സാക്ഷാൽ രാഹുൽ മാങ്കൂട്ടം തന്നെയാണ്. ശ്രീ വിജയൻ, ആ കപ്പ് മാത്രമല്ല, കേസുകളും നിങ്ങളുടെ പൊളിറ്റിക്കൽ PR-ന്റെയും പൊളിറ്റിക്കൽ വൈരാഗ്യത്തിന്റെയും ഉപകരണമായിരുന്നു. രാഷ്ട്രീയ വിരോധത്താൽ എത്ര ഹീനമായി ഒരാളെ ആക്രമിക്കാം എന്നതിന്റെ ഉദാഹരണമായി ഇത് നാളെകളെ കാണപ്പെടും. പുറത്ത് താങ്കൾ എന്തൊക്കെ പറഞ്ഞു നടന്നാലും ഇതിലെ യാഥാർത്ഥ്യങ്ങൾ താങ്കൾക്കും എനിക്കും നന്നായി അറിയാം. അത് നാളുകളിൽ ഈ നാട് അറിയും. അന്ന് ഈ കൊലച്ചിരി മാറി താങ്കൾ മറുപടി പറയേണ്ടി വരും. സത്യം ജയിക്കും. ഈ ഒരു വാചകമാണ് രാഹുൽ മാങ്കൂട്ടം സമൂഹ മാധ്യമങ്ങളിൽ പോസ്റ്റ് ചെയ്തിരിക്കുന്നത്. രാഹുലിന്റെ നിലവിലെ ഒരു അവസ്ഥ നമുക്ക് പരിശോധിച്ച് നോക്കുകയാണെങ്കിൽ, ഇപ്പോൾ തെരഞ്ഞെടുപ്പ് വന്നിരിക്കുകയാണ്. ഈ പറയുന്ന ആരോപണ വിധേയനായതുകൊണ്ട് തന്നെ ആരോപണം വന്ന് മണിക്കൂറുകൾക്കകം തന്നെ പാർട്ടി പുറത്താക്കി. അതിനുശേഷം രാഹുലിനെ തിരിച്ചെടുക്കാൻ ഒരു ചിന്ത പോലും പാർട്ടിക്കകത്ത് ഉണ്ടായിരുന്നില്ല. രാഹുൽ കരുതിയിരുന്നു ഒരു പക്ഷെ തന്നെ തിരിച്ചെടുക്കുമായിരിക്കുമെന്ന്. കാരണം കോടതിയിലൊക്കെ തന്നെ ആദ്യഘട്ടത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെയായിരുന്നെങ്കിൽ പിന്നീട് രാഹുൽ മാങ്കൂട്ടത്തിന് അനുകൂലമായിട്ടായിരുന്നു വിധികളെല്ലാം വന്നത്. അതുകൊണ്ട് തന്നെ രാഹുലിനെ കോൺഗ്രസിലേക്ക് തിരിച്ചെടുക്കുമെന്ന് കരുതിയിരുന്നു. എന്നാൽ തിരിച്ചെടുത്തിരുന്നില്ല. തെരഞ്ഞെടുപ്പ് കാലഘട്ടത്തിലെങ്കിലും അതുണ്ടാകുമെന്ന് കരുതിയിരുന്നു. അപ്പോഴും ഉണ്ടായില്ല. പാലക്കാട്ട് സ്വതന്ത്രനായി നിൽക്കാനെങ്കിലും പാർട്ടി അനുവദിക്കുമെന്ന് കരുതി, അതും ഉണ്ടായില്ല. ഇനി നോമിനേഷന് 24 മണിക്കൂർ മാത്രമാണ് ബാക്കി. നാളെയോടുകൂടി നോമിനേഷൻ അവസാനിക്കുകയാണ്. രാഹുൽ കാണിക്കുന്ന ഈ അച്ചടക്കം, രാഹുൽ കാണിക്കുന്ന ഈ മര്യാദ കുറഞ്ഞത് കോൺഗ്രസിന് 2 സീറ്റുകളിലെങ്കിലും ഗുണം ചെയ്തു എന്ന് ഫെനി നൈനാൻ പറഞ്ഞത് വെറുതെയല്ല എന്നുള്ളത് കൂടിയാണ്. എന്തായാലും നിലവിലെ സാഹചര്യത്തിൽ രാഹുൽ മാങ്കൂട്ടം ചെയ്തത് തെറ്റല്ല, അല്ലെങ്കിൽ രാഹുൽ മാങ്കൂട്ടം ഒരു ഒറ്റയ്ക്കൊരു ഇരയായി മാത്രം പോകുന്നില്ല, അല്ലെങ്കിൽ ഒരു കുറ്റക്കാരനായി മാത്രം പോകുന്നില്ല എന്ന് വ്യക്തമാകുകയാണ്. മാസങ്ങൾക്ക് മുമ്പ് കേന്ദ്ര സർക്കാരിനെതിരായ LDF സത്യാഗ്രഹ വേദിയിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉപയോഗിച്ച കപ്പിലെ വാചകങ്ങൾ സോഷ്യൽ മീഡിയയിൽ വലിയ ചർച്ചയായിരുന്നു. ലവ് യു ടു മൂൺ ആൻഡ് ബാക്ക് എന്നെഴുതിയ കപ്പ് പിടിച്ച മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ചിത്രങ്ങളാണ് സോഷ്യൽ മീഡിയയിൽ വൈറലായത്. രാഹുൽ മാങ്കൂട്ടത്തിന്റെ അറസ്റ്റിലേക്ക് നയിച്ച പരാതിക്കാരിയുള്ള ഐക്യദാർഢ്യമാണ് അതെന്നാണ് അന്ന് എല്ലാവരും വിലയിരുത്തിയത്. രാഹുലിന്റെ അറസ്റ്റിന് ശേഷം പരാതിക്കാരി ഫേസ്ബുക്കിലിട്ട കുറിപ്പിൽ ഈ വാചകം ഉപയോഗിച്ചിരുന്നു. ചിത്രം സമൂഹ മാധ്യമങ്ങളിൽ വൈറലായതോടുകൂടി ഈ കപ്പിലെ വാചകങ്ങൾക്ക് എന്റെ ഉള്ളിൽ നിന്ന് അടർത്തി മാറ്റപ്പെട്ട ജീവന്റെ തുടിപ്പുണ്ട് എന്ന് അതിജീവിത സമൂഹ മാധ്യമത്തിൽ ഫോട്ടോ സഹിതം പങ്കിടുക കൂടി ചെയ്തതോടെ അതിന്റെ ഗതിവേഗം കൂടി. എന്നാൽ ആ കപ്പ് ഉപയോഗിച്ചത് വെറും യാദൃച്ഛികം മാത്രമായിരുന്നുവെന്ന് വ്യക്തമാക്കി മുഖ്യമന്ത്രി ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുകയാണ്. സത്യാഗ്രഹവേദിയിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ വെള്ളം കുടിക്കാൻ ഉപയോഗിച്ച കപ്പിൽ ലവ് യു ടു മൂൺ ആൻഡ് ബാക്ക് എന്ന വാചകമാണ് ആലേഖനം ചെയ്തിരിക്കുന്നത്. രാഹുൽ മാങ്കൂട്ടത്തിന്റെ അറസ്റ്റിന് ശേഷം പരാതിക്കാരി സോഷ്യൽ മീഡിയയിൽ ഉപയോഗിച്ച ഇതേ വാചകം മുഖ്യമന്ത്രിയുടെ കപ്പിലും കണ്ടതോടെ അത് വലിയ രാഷ്ട്രീയ വ്യാഖ്യാനങ്ങൾക്ക് വഴി തുറന്നു. തന്റെ ജീവിതത്തിലെ പോരാട്ടത്തിന്റെ അടയാളമാണ് ആ വാചകങ്ങളെന്ന് അതിജീവിതയും അന്ന് പ്രതികരിച്ചു. ഇതോടെ സർക്കാരിന്റെ മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്നുള്ള ശക്തമായ പിന്തുണയാണ് അന്ന് സൈബർ ലോകം ഇതിനെ വിലയിരുത്തിയത്. എന്നാൽ സംഭവിച്ചത് എന്താണെന്ന് മുഖ്യമന്ത്രി തന്നെ പറയുന്നു. കേൾക്കാം. അതൊരു കപ്പ അങ്ങനെ എടുത്തതൊന്നുമല്ല. അന്ന് അവിടെ ഇരിക്കുമ്പോ ഒരു വെള്ളം കുടിക്കുന്നതിന് ഒരു കപ്പ് വീട്ടിൽ നിന്ന് കൊണ്ടുവന്നേ ഉള്ളൂ. ആ കപ്പ് വീട്ടിൽ നിന്ന് കൊടുത്തയച്ചു. ആർക്കും അറിയില്ല. ഇത് ഞാനപ്പോ ശ്രദ്ധിക്കുന്നുണ്ട്. ഇങ്ങനെ കുടിക്കുമ്പോ ഒരാളിങ്ങനെ ഫോട്ടോ എടുക്കുന്ന കാണുന്നുണ്ട്. എന്താ ഈ വെള്ളം കുടിക്കുന്ന ഒരു പുതുമയല്ലല്ലോ എന്റെ കാര്യത്തില്. ഞാൻ സാധാരണ പ്രസംഗിക്കുമ്പോൾ തന്നെ വെള്ളം കുടിച്ചോണ്ടിരിക്കുന്നതല്ലേ. അപ്പൊ അതൊരു വലിയ പുതുമയായിട്ട് എനിക്ക് തോന്നില്ല. എന്നാലും ഒരു ശ്രദ്ധയോടെ ഫോട്ടോ എടുക്കുന്ന ഞാൻ കാണുന്നുണ്ട്. എന്താണെന്ന് മനസ്സിലായില്ല. പക്ഷെ പിന്നെയാണ് ഇങ്ങനെ ഒരു വാർത്ത വന്നിട്ടുണ്ടെന്ന് മനസ്സിലാകുന്നത്. ഇതാണ് സത്യം. താൻ കുടിക്കുന്ന കപ്പിൽ എന്താണ് എഴുതിയിരിക്കുന്നത് എന്ന് മുഖ്യമന്ത്രി പോലും അറിഞ്ഞില്ല. എന്നാൽ പിന്നീട് അത് വൈറലായപ്പോൾ എന്നാ മിണ്ടാതെ ഇരുന്നേക്കാം, അങ്ങ് വൈറലാകുന്നതായിക്കോട്ടെ എന്ന് കരുതി മിണ്ടാതെ മൗനം പാലിച്ചു. എന്നാൽ അതിനുവേണ്ടി രാഹുൽ മാങ്കൂട്ടത്തെ ക്രൂശിച്ചവരുടെ എണ്ണം ധാരാളമായിരുന്നു. എന്നാൽ നിലവിലെ സാഹചര്യത്തിൽ ഇതാണ് സത്യം. എനിക്ക് അറിയുക പോലുമില്ല അവിടെ എന്താണ് സംഭവിച്ചതെന്ന് തുറന്നു പറഞ്ഞല്ലോ, അതാണ് സത്യം.
ലവ് യു ടു മൂൺ ആൻഡ് ബാക്ക് എന്ന കപ്പിൽ എഴുതിയത് യാദർച്ഛികമായി സംഭവിച്ചതാണ്. ആ കപ്പ് അതിനായി എടുത്തതൊന്നുമല്ല എന്നും പിണറായി പറയുന്നു. അന്ന് അവിടെ ഇരിക്കുമ്പോൾ വെള്ളം കുടിക്കുന്നതിന് ഒരു കപ്പ് വീട്ടിൽ നിന്ന് കൊണ്ടുവന്നിരുന്നു. എന്നാൽ ആ കപ്പിൽ അങ്ങനെ എഴുതിയത് കൊടുത്തയച്ചയാൾക്കോ എനിക്കോ ആർക്കും അറിയില്ലായിരുന്നു. അതിൽ വെള്ളം കുടിക്കുമ്പോൾ ഒരാൾ ഇങ്ങനെ ഫോട്ടോ എടുക്കുന്നത് ഞാൻ കാണുന്നുണ്ടായിരുന്നു. വെള്ളം കുടിക്കുന്നത് എന്റെ കാര്യത്തിൽ ഒരു പതിവ് അല്ലെങ്കിൽ പുതുമയുള്ള കാര്യമല്ല. സാധാരണ പ്രസംഗിക്കുമ്പോൾ പോലും താൻ വെള്ളം കുടിക്കാറുണ്ട്. അതുകൊണ്ട് അതൊരു പുതുമയായി എനിക്ക് തോന്നിയിട്ടുമില്ല. വേദിയിലിരുന്ന് വെള്ളം കുടിക്കുമ്പോൾ ഒരാൾ അതീവ ശ്രദ്ധയോടെ ഫോട്ടോ എടുക്കുന്നത് കണ്ടിരുന്നു. പ്രസംഗത്തിനിടയിലും മറ്റും വെള്ളം കുടിക്കുന്നത് ധാരാളമായി സാധാരണ ഒരു കാര്യമായതിനാൽ ഫോട്ടോ എടുക്കുന്നത് എന്തിനാണ് എന്ന് അന്ന് മനസ്സിലായില്ല. പിന്നീട് അറിഞ്ഞ വാർത്ത സത്യാഗ്രഹത്തിന് ശേഷമാണ് ഈ കപ്പിനെ ചുറ്റിപ്പറ്റി ഇത്രയേറെ വാർത്തകളും രാഷ്ട്രീയ വ്യാഖ്യാനങ്ങളും ഉണ്ടായി എന്ന് താൻ അറിഞ്ഞത് എന്നും അദ്ദേഹം വ്യക്തമാക്കി. സ്വന്തം പക്ഷത്ത് ഉയർന്നു വന്ന അസംഖ്യം ലൈംഗിക കുറ്റകൃത്യങ്ങളെ കണ്ടില്ല എന്നടിക്കുന്ന കുറ്റപത്രം വരെ സമർപ്പിക്കപ്പെട്ട കുറ്റാരോപിതരോട് ഒപ്പം വേദി പങ്കിടാൻ മടിക്കാത്ത പരാതികൾ നീതിന്യായ സംവിധാനത്തിന് മുന്നിലെത്തുന്നില്ല എന്ന് ഉറപ്പുവരുത്തുന്ന ഒരു നേതാവിന്റെ സെലക്റ്റീവായ PR എക്സസൈസ്ഡ് എന്നായിരുന്നു വിമർശകർ ഇതിനെ വിശേഷിപ്പിച്ചത്. എന്നാൽ ഈ വാചകം ദിവസങ്ങളോളം സമൂഹ മാധ്യമങ്ങളിൽ നിറഞ്ഞു നിന്നു. എന്നാൽ ആ പ്രയോഗത്തിന്റെ യഥാർത്ഥ ഉറവിടം സാം മക്ബ്രറ്റിയുടെ ഗസ് ഹൗ മച്ച് ഐ ലവ് യു എന്ന പുസ്തകമാണ്. സാം മക്ബ്രറ്റി എന്ന ബ്രിട്ടീഷ് എഴുത്തുകാരൻ 1994 എഴുതിയ പുസ്തകമാണ് ഗസ് ഹൗ മച്ച് ഐ ലവ് യു. കുട്ടികൾക്കും മാതാപിതാക്കൾക്കും ഒരേപോലെ പ്രിയപ്പെട്ട ഒരു പുസ്തകമാണിത്. 57 ഭാഷകളിലായി പുറത്തിറങ്ങിയ പുസ്തകത്തിന്റെ 5 കോടി കോപ്പികൾ വിറ്റഴിഞ്ഞുവെന്നാണ് കണക്ക്. അതിലെ ഏറ്റവും പ്രശസ്തമായ വാചകമാണ് ഐ ലവ് യു റൈറ്റ് അപ് ടു ദ മൂൺ ആൻഡ് ബാക്ക്. ഉറങ്ങാൻ കിടന്ന അച്ഛൻ കാട്ടുമുയലും കുട്ടിക്കാട്ടുമുയലും തമ്മിൽ തങ്ങളിൽ ആർക്കാണ് ഏറ്റവും കൂടുതൽ സ്നേഹമെന്ന മത്സരം വെക്കുന്നു. കുട്ടി തനിക്കറിയാവുന്ന ഈ അകലങ്ങൾ കൊണ്ടും ഉയരങ്ങൾ കൊണ്ടുമൊക്കെ തനിക്ക് അച്ഛനോടുള്ള സ്നേഹത്തെ അടയാളപ്പെടുത്തി. എന്നാൽ അച്ഛൻ മുയലാകട്ടെ ഇതിനെയെല്ലാം ഭേദിക്കുന്ന വാചകങ്ങൾ പറഞ്ഞ കുട്ടിക്കാട്ടുമുയലിനെ തോൽപ്പിച്ചു. ഒടുവിൽ കുട്ടിക്കാട്ടുമുയലിന് ഉറക്കം വന്നു. കണ്ണുകളടയാൻ നേരം കുട്ടിക്കാട്ടുമുയൽ ജനാലയിലൂടെ നോക്കി ദൂരെ ആകാശത്തെ അമ്പിളിമാമനെ നോക്കി ഐ ലവ് യു റൈറ്റ് അപ് ടു ദ മൂൺ എന്ന് പറഞ്ഞു. ജയമുറപ്പിച്ചുറങ്ങി. എന്നാൽ കുട്ടിക്കാട്ടുമുയൽ ഉറങ്ങിയ ശേഷം അച്ഛൻ അവന്റെ ചെവിയിൽ പതിയെ പറഞ്ഞു ഐ ലവ് യു റൈറ്റ് അപ് ടു ദ മൂൺ ആൻഡ് ബാക്ക് എന്ന് പറഞ്ഞു. ഇപ്പോഴും സ്നേഹം പ്രകടിപ്പിക്കാൻ ഇതിലും വലിയ മീറ്ററിലുള്ള വാചകങ്ങൾ ലോകത്തുണ്ടോ എന്നത് സംശയമാണ്. എന്തായാലും മോഹഭംഗ മനസ്സിലെ ശാപഭംഗിലെ നടകളിൽ ദാ ഉടഞ്ഞു കിടക്കുന്നു PR കപ്പ് തന്നെ പറയേണ്ടി വരും. ചിറകൊടിഞ്ഞ കിനാക്കളിൽ ഇതൾ പൊഴിഞ്ഞ വട്ടപ്പൊട്ടുകൾ എന്തൊക്കെയായിരുന്നു. ഏതോ PR ഭണ്ഡാരങ്ങൾ എടുത്തുകൊടുത്തും കപ്പ് പിടിച്ച് ഫോട്ടോ പിടിച്ചപ്പോൾ ഇന്ദ്രൻ അറിഞ്ഞില്ല അതിൽ ചന്ദ്രനും കിടുത്താപ്പും ഒക്കെ ഉണ്ടെന്ന്. ബ്രണ്ണൻ കോളേജിൽ വാൾ തലപ്പുകൾക്ക് ഇടയിലൂടെ നടന്നു നീങ്ങി ഇംഗ്ലീഷ് ക്ലാസ്സിൽ കയറാൻ സമയം കിട്ടിയില്ല. മറ്റേ വീടെടുത്ത് തലയിൽ ചുമന്നോണ്ട് നടന്ന മേഡം പറഞ്ഞത് പോലെന്തോ ഒന്നെന്ന് ആയിരിക്കും ടിയാൻ കരുതിയത്. പാവം ഈ ഫോട്ടോ എന്ന സ്റ്റാറ്റസ് ഇട്ട് കോൾമയിൽ കൊണ്ട ഉച്ചികൊണ്ട ഈ വട്ടക്കണ്ണട മൂക്ക് കയറ് മാഡംസ് ഒക്കെ ചത്തോ അതോ ഉണ്ടോ? ആസ് യൂഷ്വൽ ഈ ക്യാപ്റ്റൻ മലക്കം പറഞ്ഞു കേട്ടോ എന്നാണ്. സത്യത്തിൽ സംഗതി ഇത് തന്നെയാണ്. കാരണം ആ ഒരു കപ്പ് കൊണ്ട് സർവമാന ഇടത്തുള്ള ലോക ജനങ്ങളും രാഹുൽ മാങ്കൂട്ടത്തിനെ തെറി വിളിക്കാനും തന്ത്രയ്ക്ക് വിളിക്കാനും തുടങ്ങി. കാരണം മുഖ്യമന്ത്രി വരെ പിന്തുണച്ചു, പിന്നെ ഞങ്ങൾക്ക് എന്താ പിന്തുണച്ചു എന്നൊക്കെ ചോദ്യം വരാൻ തുടങ്ങി. എന്നാൽ സത്യാവസ്ഥ മുഖ്യമന്ത്രി പോലും അറിഞ്ഞില്ല അങ്ങനെ ഒരു സംഭവം ഉണ്ടെന്ന്. എന്നാൽ പിന്നെ അബദ്ധത്തിൽ കിട്ടിപ്പോയ ഒരു മൈലേജ് അല്ലേ അങ്ങനെ ഇരുന്നോട്ടെ എന്ന് മുഖ്യമന്ത്രി വിചാരിച്ചു. പക്ഷെ ഇങ്ങനെ കൊണ്ട് ഉടച്ചു കളയുമെന്ന് ആരും സ്വപ്നത്തിൽ വിചാരിച്ചില്ല.